Hello friends, welcome to my channel. നല്ല ടേസ്റ്റി സേമിയ ഉപ്മാ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ചായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് സേമിയ ഉപ്മാ. സേമിയ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാൻ 2 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വറുത്തിട്ടില്ലാത്ത സേമിയയാണ് എടുത്തത്. സേമിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത സേമിയ ആണെങ്കിൽ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. നന്നായിട്ട് വറുത്തെടുത്തില്ലെങ്കിൽ ഉപ്മാ റെഡിയാവുന്ന സമയത്ത് സേമിയ തമ്മിൽ ഒട്ടിയിരിക്കും. സേമിയ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണെങ്കിലും ഉപ്മാവിൽ ചേർക്കാം. ഞാനിവിടെ അങ്ങനെയല്ല, സാധാരണ രീതിയിലാണ് ചെയ്യുന്നത്. സേമിയ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കടുക് താളിക്കാനായിട്ട് ചട്ടി ചൂടാക്കാൻ വയ്ക്കുവാണ്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുക്കുവാണ്. കടുക് പൊട്ടിയ ശേഷം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം കടലപ്പരിപ്പ് കൂടെ ചേർക്കാം. കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ 2 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. കൂടെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുവാണ്. ഇഞ്ചിയും പച്ചമുളകും ചേർക്കുമ്പോഴാണ് ഉപ്മാവിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഒന്ന് വഴറ്റിയ ശേഷം കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസ് സവാള കൂടെ ചേർക്കുന്നുണ്ട്. സവാള 1 or 2 സേമിയയുടെ അളവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വെള്ളക്കടലാണ് ഉപ്പുമാവ് ഇഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സവാള ഒന്ന് വാടിയ ശേഷം കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 3-4 ബീൻസ് വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് കൂടെ ചേർത്ത് എല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുവാണ്. 4 മിനിറ്റിനുള്ളിൽ എല്ലാം ഒന്ന് വെന്ത് വരും. മൂടി വെച്ച് പെട്ടെന്ന് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ 2 ഗ്ലാസ് സേമിയാണ് എടുത്തത്, അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം ചേർക്കണം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലാണെങ്കിൽ 1 ഗ്ലാസ് സേമിയയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കുവാണ്. ഉപ്പ്
ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സേമിയ ചേർക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് സേമിയാസ് ചേർത്ത് കൊടുക്കുവാണ്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും വെജിറ്റബിൾസ് ഒന്നുകൂടെ വേവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. സേമിയ ചേർക്കുമ്പോൾ ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. സേമിയ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വളരെ തിൻ സേമിയാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് കൂടെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് സേമിയ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടിപ്പോയാൽ സേമിയ കുഴഞ്ഞു പോകാൻ ചാൻസ് വരും. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. വെന്ത് കുഴയാതെ എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തമ്മിലൊട്ടി കുഴഞ്ഞു പോയിട്ടില്ല. വെള്ളം എല്ലാം വറ്റി സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ രുചിയും മണവും കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.